ഹലോ, വെൽക്കം ടു അച്ചൂസ് പാരഡൈസ്. ഇന്ന് നമുക്കൊരു അടിപൊളി ഹണി കേക്ക് ഉണ്ടാക്കാം. കടയിൽ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ്. അതിനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ബേസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 കോഴിമുട്ട എടുക്കുന്നുണ്ട്. 3 കോഴിമുട്ട ഒരു പാത്രത്തിലേക്ക് ഉടച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഹണി ചേർക്കുക. നല്ല ശുദ്ധമായ തേൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ തേനാണ് ചേർക്കുന്നത്. തേൻ ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ബട്ടറാണ് ചേർക്കേണ്ടത്. ബട്ടർ ഒരു 100 ഗ്രാമാണ് ചേർക്കുന്നത്. നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു അടികട്ടിയുള്ള പാത്രം വെള്ളം തിളപ്പിക്കാനായി വെക്കാം. വെള്ളം തിളച്ച ശേഷം നമ്മുടെ മിക്സ് ചേർത്ത പാത്രം ഇതിന് മുകളിലേക്ക് വെക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ബട്ടർ ഉരുകുന്ന വരെ നമുക്ക് ഇത് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പം നമ്മുടെ വെണ്ണ നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇത് നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കേണ്ടത്. നമുക്ക് അടുത്തത് വേണ്ടത് മൈദയാണ്. 3.5 കപ്പ് മൈദയാണ് ബേസിന് ആവശ്യമായുള്ളത്. കുറച്ച് മാത്രം ചേർത്ത് യോജിപ്പിക്കാം. നമുക്കിവിടെ 8 ലെയേഴ്സ് വേണം ഹണി കേക്കിന്. അതിനുള്ള മാവാണ് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ചേർത്ത് നന്നായി കുഴച്ച് മാവിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കണം. ഹണി ചേർത്തത് കൊണ്ട് തന്നെ നന്നായി ഒട്ടിപ്പിടിക്കുന്ന ഒരു മാവാണ്. അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും നമുക്കിതൊരു നല്ല സ്മൂത്തായിട്ടുള്ള ഡഫായി കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇത് ടൈൽസിലേക്കോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയിലേക്കോ ബട്ടർ പേപ്പർ വെച്ചിട്ട് മാറ്റാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായി പൊടി വെതറി കുഴച്ച് മാറ്റിയെടുക്കുക. കയ്യിലൊട്ടാൻ്റെ രീതിയിൽ കിട്ടുന്ന വരെ കുഴച്ചെടുക്കാം. നമുക്കിതൊരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റാം. ഇത് നീളത്തിൽ ആക്കിയെടുക്കാം. നീളത്തിലാക്കിയ ശേഷം നമുക്കിത് 8 കഷ്ണങ്ങൾ ഒരേപോലെ മുറിച്ചെടുക്കണം. ഒരേപോലെ ആവാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഓരോ കഷ്ണവും ഓരോ ഉരുളകളായി മാറ്റി വയ്ക്കാം. കയ്യിൽ എണ്ണ തടവുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ കയ്യിലെല്ലാം ഒട്ടിപ്പിടിക്കും. ഇനി നമുക്കൊരു ചപ്പാത്തി പലകയിലേക്ക് ബട്ടർ പേപ്പർ വെച്ച ശേഷം കുഴച്ച് വെച്ച മാവ് മുകളിലേക്ക് വെച്ച് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. പൊടിയിട്ട് പരത്താൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. നമുക്ക് 8 ലെയേഴ്സും ഒരേ വലിപ്പത്തിൽ തന്നെ വേണം. അതുകൊണ്ട് പരത്തിയ ശേഷം നമുക്കൊരു വട്ടത്തിലുള്ള പാത്രം, എല്ലാ ലെയേഴ്സിനും ആ പാത്രം തന്നെ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ കട്ടർ ഉണ്ടെങ്കിൽ അതായാലും മതി. അത് വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്ത ഭാഗങ്ങൾ നമ്മൾ കളയാൻ പാടില്ല. ആ കട്ട് ചെയ്ത ഭാഗങ്ങളെല്ലാം കൂടി നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം. നമുക്ക് പൗഡർ ആക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി പരത്തി വെച്ച ഈ ബേസിലേക്ക് നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായി ഹോൾസ് ആക്കി കൊടുക്കാം. ഇനി ഇതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബേസും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. സെയിം രീതിയിൽ തന്നെ പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഒരേ സമയം 4 എണ്ണം വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഓവനാണെങ്കിൽ ഒന്നൊന്ന് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കേണ്ടി വരും. ഇത് അധികം സമയം എടുക്കില്ല. ഓരോ ഓവൻ അനുസരിച്ചിട്ടുണ്ട് 7 മുതൽ 10 മിനിറ്റ് വരെ സമയമേ എടുക്കുള്ളൂ. നമുക്ക് പ്രീ ഹീറ്റഡ് ഓവനിൽ 300 ഡിഗ്രി സെൽഷ്യസിൽ ഞാൻ എൻ്റെ ഓവനിൽ 10 മിനിറ്റാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ നോക്കിയിട്ട് കളർ മാറുന്നതിനനുസരിച്ച് വെക്കണം. നമുക്ക് കളർ മാറുന്നത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഒരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക്
കറക്റ്റ് വേവായിട്ടുണ്ട്. ഇത് ഒരുപാട് ഹാർഡായി പോകരുത്, സോഫ്റ്റായിട്ട് തന്നെ കിട്ടണം. ചെറുതായി വീർത്ത് വരുന്നത് കാണാം നമുക്ക്. അപ്പം നമ്മുടെ ബേസ് റെഡിയാണ്. നമുക്കിത് ഓവനിൽ നിന്ന് മാറ്റാം. തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കണം, അതാണ് അതിൻ്റെ പാകം. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, നമുക്ക് ഇതിൽ നിന്നൊരു സിറപ്പ് വേണം സോക്ക് ചെയ്തെടുക്കാൻ. ഹണി സിറപ്പാണ്. അതിനായിട്ട് 1 ഗ്ലാസ് വെള്ളം നമുക്ക് തിളപ്പിക്കാനായി വെക്കാം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഒരുപാട് സിറപ്പാവേണ്ട ആവശ്യമൊന്നുമില്ല, കയ്യിൽ ഇങ്ങനെ നൂൽപ്പരുവാവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5 മിനിറ്റോളം തിളപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. അതിലേക്ക് നമുക്ക് തേൻ ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ തേനാണ് ചേർക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഹണി സിറപ്പ് റെഡിയാണ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, നമുക്ക് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ 200 ml വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർക്കാം. നിങ്ങളുടെ വിപ്പിംഗ് ക്രീം മധുരമുള്ളതാണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിലിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. പിന്നെ മെല്ലെ മെല്ലെ സ്പീഡ് കൂട്ടി കൊടുക്കാം. എൻ്റെ വിപ്പിംഗ് ക്രീം വലിയ സുഖമില്ലാത്തതുകൊണ്ട് അധികം വിപ്പായി കിട്ടിയില്ല. നല്ല വിപ്പിംഗ് ക്രീം വാങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് വാങ്ങുമ്പോൾ നല്ല വിപ്പിംഗ് ക്രീം വാങ്ങാൻ നോക്കുക. എന്നാലും കേക്ക് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നന്നായി വിപ്പ് ചെയ്ത് കിട്ടിയില്ലായിരുന്നു. ഒരു 5-6 മിനിറ്റിന് ശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡിയാവും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ക്രീം ചീസാണ്, ഒരു ചെറിയ പുളി ഉണ്ടാവും ഇതിന്, അതിനാണ് ക്രീം ചീസ് ചേർക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ ക്രീം ചീസ് എന്തായാലും ചേർക്കണം. ഇനി നമുക്കൊരു സ്പാറ്റുല വെച്ചിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്രീം റെഡിയാണ്. ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി കട്ടി വേണം, എൻ്റെ കട്ടി ആയില്ലായിരുന്നു. ഇനി അടുത്തത് കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് ഹണി സിറപ്പ് ഒരു ബേസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് സോക്ക് ചെയ്യാം. ഇനി ഒരു കേക്ക് സ്റ്റാൻഡോ അല്ലെങ്കിൽ പാത്രമോ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകൾ ഭാഗവും അതേപോലെ തന്നെ സിറപ്പ് ഒഴിച്ച് സോക്ക് ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ഒരു ലെയർ ക്രീം വെച്ച ശേഷം അടുത്ത ലെയർ ബേസ് വയ്ക്കാം. സോക്ക് ചെയ്തിട്ട് വയ്ക്കാം. ഒരു ഭാഗം സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മേൽഭാഗവും അതേപോലെ തന്നെ സോക്ക് ചെയ്തെടുക്കുക. ഇനി അടുത്തത് ക്രീം തേക്കുക. ഇതേപോലെ തന്നെ ബാക്കിയുള്ള 8 എണ്ണം ഇതേപോലെ തന്നെ ചെയ്യുക. ഏറ്റവും മുകളിലും ക്രീം തേച്ച് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ബാക്കി വന്ന മാവ് മാറ്റി വെച്ച് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അത് പൗഡർ ചെയ്തെടുക്കാം. പൗഡർ ചെയ്തിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നമുക്ക് തൂക്കി കൊടുക്കാം. സൈഡിലും എത്താൻ ശ്രദ്ധിക്കണം. സൈഡിലും മുകളിലായിട്ട് നന്നായി തൂക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹണി കേക്ക് റെഡിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കടയിൽ നിന്ന് വാങ്ങണേക്കാട്ടിലും ടേസ്റ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ 8 ലെയേഴ്സും കാണാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്തു.